നമസ്കാരം. ഇന്നലെ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു മിൽമ ബൂത്തിൽ കയറിയിട്ട് ഒരു സംഭാരത്തിൻ്റെ പാക്കറ്റ് വാങ്ങിയതാണ് ഈ കാണുന്നത് കേട്ടോ. ഇന്നലെ ഡേറ്റ് 24 മാർച്ച്. ഈ കവറിന് പുറത്ത് കാണാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റും മാനുഫാക്ചറിങ് ഡേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എക്സ്പയറി ഡേറ്റ് കാണുന്നത് 8 മാർച്ച് 2026 8 മാർച്ച് 2026 എക്സ്പയറി കഴിഞ്ഞ സാധനമാണ് ഇന്നലെ നമ്മൾ വാങ്ങുമ്പോൾ. ഇന്നലെ 24 ഡേറ്റ്, 24 മാർച്ചാണ് ഇന്നലെ നമുക്ക് അവർ തന്നിരിക്കണേ. ഈ ചൂട് കാലത്ത് നമ്മൾ ഈ സംഭാരം പോലുള്ള പാനീയങ്ങൾ നമ്മൾ വാങ്ങി കഴിക്കും. ഇത്രയൊന്നും എല്ലാവരും ശ്രദ്ധിച്ചു എന്ന് വരില്ല. ഞങ്ങളത് ഡേറ്റ് നോക്കുന്നൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് കൊണ്ട് അതും ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ ഞങ്ങളത് നോക്കിയില്ല, വീട്ടിലെത്തിയിട്ടാണ് നോക്കിയത്. അപ്പോഴാണ് ഈ ഡേറ്റ് കഴിഞ്ഞിട്ട് ഏതാണ്ട് 16 ദിവസം കഴിഞ്ഞൊരു പാക്കറ്റാണിത് എന്ന് മനസ്സിലായത്. എത്ര കെയർലെസ് ആയിട്ടാണ് ഒരു ഭക്ഷ്യവസ്തുവാണ് അല്ലെങ്കിൽ ഒരു പാനീയമാണ്, ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ഇത്രയും ചൂടുള്ള സമയത്ത്, പാലക്കാടൻ ചൂടാണ്, ഇത്രയും അസഹ്യമായ ചൂടുള്ള സമയത്ത് നമ്മളിത് വാങ്ങുക, പൊട്ടിച്ച് അങ്ങനെ കഴിക്കുക, അങ്ങനെയാണല്ലോ നമ്മൾ. അങ്ങനെ ഇത്രയൊന്നും ഡേറ്റൊന്നും അത്ര ശ്രദ്ധിച്ചു എന്ന് വരില്ല. ഇതൊരു കുട്ടിയാണ് വാങ്ങിയത്. കുട്ടികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും ശ്രദ്ധിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇത്രയും അതായത് 16 ദിവസം മുന്നേ ഡേറ്റ് കഴിഞ്ഞൊരു വസ്തുവാണ് വിറ്റിരിക്കുന്നത്. ഒരു ആഹാരവസ്തു കൊടുക്കുമ്പോൾ അത് ഡേറ്റ് കഴിഞ്ഞാൽ അത് മാറ്റി വെക്കണം, ഡേറ്റ് കഴിഞ്ഞൊരു സാധനം വിൽക്കാൻ പാടില്ല എന്നുള്ളൊരു പ്രാഥമികമായൊരു അറിവ് പോലും കടക്കാർക്ക് ഇല്ലാഞ്ഞിട്ടാണോ അതോ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഈ പാലുൽപ്പന്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കേടാവും ഈ ചൂട് കാലത്ത്. പിന്നെ ശരിക്കും ഇതിനൊരു 10 ദിവസത്തെ ഡേറ്റാണ് മിൽമ കൊടുത്തിരിക്കുന്നത്. തൈരാണെങ്കിലും സംഭാരമാണെങ്കിലും ഒക്കെ 10 ദിവസത്തെ എക്സ്പയറി ഡേറ്റാണ് കാണാറ്. അത് ഒരു 8-9 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിന് രുചി വ്യത്യാസം അറിയാറുണ്ട്. അപ്പോഴാണ് ഇത് 16 ദിവസം മുന്നേ ഡേറ്റ് കഴിഞ്ഞ ഒരു വസ്തു നമ്മൾ സംഭാരം ചോദിച്ചപ്പോൾ നമുക്ക് എടുത്തു തന്നിരിക്കണം. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരുടെയും അറിവിലേക്ക് ഒന്നായിട്ട് ഷെയർ ചെയ്തും കൊടുക്കുക. താങ്ക് യു.